ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 18, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് 17ാമത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിമിൽ നൽകുക? വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മഹാരാഷ്ട്ര ഗവർണറുടെ പേര്? ഏറ്റവും അടുത്ത് നടന്നിട്ടുള്ള വേൾഡ് റോബോട്ട് ഗെയിംസ് ഇത് നടന്നിട്ടുള്ള രാജ്യം ഏതാണ്? റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീനസിലേക്കുള്ള, ശുക്രനിലേക്കുള്ള ആ ഒരു മിഷൻ, അതിൻ്റെ പേരെന്താണ്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: IDSFFK ടു ഹോണർ രാകേഷ് ശർമ്മ വിത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. IDSFFK രാകേഷ് ശർമ്മയെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിലെ 17ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് ആർക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുക? കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവലിലെ പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുകയാണ്. 17ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടക്കുന്നത് ഏത് തീയതിയിലാണ്? 2025 ഓഗസ്റ്റ് 22 മുതൽ 27 വരെ. അടുത്ത ആഴ്ച ഓഗസ്റ്റ് 22 തീയതി മുതൽ 27 വരെയാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് 17ാമത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് വെളിച്ചം വീശുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഉത്ഭവം കണ്ടെത്തുകയും ചെയ്യുന്ന രാകേഷ് ശർമ്മയുടെ ഡോക്യുമെന്ററിയുടെ പേര് അന്തിമ പരിഹാരം, ഫൈനൽ സൊല്യൂഷൻ. ഫൈനൽ സൊല്യൂഷൻ എന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി 2002 ഗുജറാത്ത് റയോട്സ്, ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് വെളിച്ചം വീശുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഉത്ഭവം, അതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ഫൈനൽ സൊല്യൂഷൻ. 150ഓളം രാജ്യങ്ങളിൽ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു രാകേഷ് ശർമ്മയുടെ ഫൈനൽ സൊല്യൂഷൻ. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഏത് വർഷത്തിലാണ് നടന്നത്? 2008. 2008 ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇത് നടന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇത് 17th ആണ്. കേരളത്തിലെ അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആരാണ് സംഘടിപ്പിക്കുന്നത്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. കേരള സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IDSFFK നടത്താൻ പോകുന്നത്. ഈ പ്രാവശ്യം 17th ആണ്. 17ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ ആണ്. ഓഗസ്റ്റ് 22 മുതൽ 27 വരെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുന്നത് രാകേഷ് ശർമ്മ. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്യുമെന്ററി സംവിധായകനാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഈസ് BJP's വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 9 നടക്കുന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി ഭരണകക്ഷിയായ NDA ആരുടെ പേര് പ്രഖ്യാപിച്ചു? CP രാധാകൃഷ്ണൻ. വരാൻ പോകുന്ന സെപ്റ്റംബർ 9 തീയതിയാണ് ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റിന് വേണ്ടിയുള്ള ഇലക്ഷൻ. ഈ ഒരു ഇലക്ഷനിലാണ് ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. CP രാധാകൃഷ്ണൻ നിലവിൽ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഗവർണർ ആണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. CP രാധാകൃഷ്ണൻ എത്ര സംസ്ഥാനങ്ങളിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? മഹാരാഷ്ട്രയും ജാർഖണ്ഡ്. 2 സംസ്ഥാനങ്ങളിലാണ് CP രാധാകൃഷ്ണൻ ഗവർണർ ആയിട്ട് സേവനം നൽകിയിട്ടുള്ളത്. ഒന്ന് ജാർഖണ്ഡും, ഇപ്പോഴാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയുടെ ഗവർണർ ആണ് CP രാധാകൃഷ്ണൻ. ഭരണകക്ഷിയായ NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിലാണ് ജനിച്ചത്? തിരുപ്പൂർ, തമിഴ്നാട്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ് ഇപ്പോഴത്തെ NDAയുടെ വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണൻ.
അദ്ദേഹം ഇപ്പോൾ നിലവിൽ മഹാരാഷ്ട്രയുടെ ഗവർണർ ആണ്. കഴിഞ്ഞ വർഷമാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 500+ ഹ്യൂമനോയിഡ് റോബോട്ട്സ് കോമ്പീറ്റ് അറ്റ് വേൾഡ് റോബോട്ട് ഗെയിംസ്. ലോക റോബോട്ട് ഗെയിംസിൽ 500+ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മത്സരിക്കുന്നു. റോബോട്ടുകളുടെ കാലം വന്നിരിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യർ മത്സരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ റോബോട്ട്സിന്റെ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ഓഗസ്റ്റ് 17 4 ദിവസത്തെ വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് 2025 എവിടെയാണ് അവസാനിച്ചത്? ബീജിംഗിലായിരുന്നു 4 ദിവസത്തെ റോബോട്ട്സിന്റെ ആ ഗെയിംസ് നടന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 17 ഈ ഗെയിംസ് അവസാനിച്ചു. 2025 വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 16 രാജ്യങ്ങളിൽ നിന്നുള്ള 500 ഹ്യൂമനോയിഡ് റോബോട്ടുകൾ. 16 രാജ്യങ്ങൾ ആണ് പങ്കെടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ബീജിംഗിൽ നടന്നിട്ടുള്ള വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൽ. അതായത് പലതരത്തിലുള്ള മത്സരങ്ങളായിരുന്നു. ഒപ്പം തന്നെ ഡാൻസുകളും കോമ്പറ്റീഷൻസും ഗെയിംസും എല്ലാമായിട്ട്. 100 മീറ്റർ സ്പ്രിന്റിൽ ഒരു റോബോട്ടിന്റെ ഏറ്റവും മികച്ച സമയം എത്രയായിരുന്നു? 21.5 സെക്കൻഡ്. റോബോട്ടിന്റെ ടൈം ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് റോബോട്ടിന്റെ 100 മീറ്റർ റേസിൽ 21.5 സെക്കൻഡ് ആണ് എടുത്തുകൊണ്ട് റോബോട്ട് വിജയിച്ചിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് ചൈനയിലെ ബീജിംഗിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് റഷ്യ പ്ലാൻസ് വെനീറ ഡി വീനസ് മിഷൻ ലോഞ്ച് ബൈ 2036. 2036ഓടെ വെനീറ ഡി വീനസ് ദൗത്യം ആരംഭിക്കാൻ റഷ്യ പദ്ധതിയിടുന്നു. ശുക്രനിലേക്കുള്ള യാത്രയാണ് റഷ്യ പ്ലാൻ ചെയ്യുന്നത്. അതായത് 2036 കൂടി റഷ്യ വീണ്ടും ഒരു മിഷനിലേക്ക് പോവുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2036 മുമ്പ് ശുക്രനെ വീണ്ടും സന്ദർശിക്കാൻ ഏത് രാജ്യമാണ് വെനീറ ഡി ദൗത്യം ആരംഭിക്കാൻ പോകുന്നത്? റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശുക്രനിലേക്കുള്ള ഒരു മിഷൻ ആണ് വെനീറ ഡി എന്ന ആ മിഷൻ. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ 2036 2036 വെനീറ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. റഷ്യൻ സ്പേസ് ഏജൻസി ആണ് റോസ്കോസ്മോസ്. റഷ്യയുടെ വെനീറ ഡി ദൗത്യത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തും? ഒരു ലാൻഡർ, ഒരു ബലൂൺ പ്രോബ്, ഒരു പരിക്രമണ ബഹിരാകാശ പേടകം. 3 കാര്യങ്ങളിലാണ് റഷ്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ലാൻഡർ, ബലൂൺ പ്രോബ് ആൻഡ് ഓർബിറ്റൽ സ്പേസ് ക്രാഫ്റ്റ്. വെനീറ ഡി ആണ് റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീനസിലേക്കുള്ള മിഷൻ. റഷ്യയുടെ ആദ്യത്തെ വീനസ് ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? വെനീറ 1. 1961 ഫെബ്രുവരി 12 വിക്ഷേപിച്ചു. ഇപ്പോഴത്തെ മിഷന്റെ പേരാണ് വെനീറ ഡി. എന്നാൽ വീനസിലേക്കുള്ള ആദ്യത്തെ മിഷൻ ആയിരുന്നു വെനീറ 1. ഇത് 1961 ഫെബ്രുവരി 12 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ വീനസ് ദൗത്യത്തിന്റെ പേരെന്താണ്? ശുക്രയാൻ 1. ഇന്ത്യയും ഇപ്പോൾ വീനസിലേക്കുള്ള ദൗത്യത്തിനുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2028 വീനസിലേക്കുള്ള ആ ഒരു ലോഞ്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശുക്രയാൻ 1 എന്നാണ് ഇന്ത്യയുടെ വീനസ് മിഷൻ, അതായത് ഇന്ത്യയുടെ ശുക്രനിലേക്കുള്ള ആ ഒരു മിഷന്റെ പേര്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗവർണർ ലാ ഗണേശൻ ഡൈസ് അറ്റ് 80. ഗവർണർ ലാ ഗണേശൻ 80-ാം വയസ്സിൽ അന്തരിച്ചു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഗവർണർ ലാ ഗണേശൻ ആണ് ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ചെന്നൈയിൽ വെച്ച് അന്തരിച്ചിട്ടുള്ളത്. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 15 അന്തരിച്ച നാഗാലാൻഡ് ഗവർണറുടെ പേര് ലാ ഗണേശൻ. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നാഗാലാൻഡിന്റെ ഗവർണർ ആയിട്ടുള്ള ലാ ഗണേശൻ അന്തരിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിച്ചത്. നാഗാലാൻഡിന്റെ ഗവർണർ സ്ഥാനം ലാ ഗണേശൻ ഏറ്റെടുത്ത തീയതി 2023 ഫെബ്രുവരി 20. 2 വർഷം മുമ്പാണ്, അതായത് ഫെബ്രുവരി 20 2023 അദ്ദേഹം നാഗാലാൻഡിന്റെ ഗവർണർ ആയിട്ട് ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം 15-ാമത്തെ മണിപ്പൂരിന്റെ ഗവർണറും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തുള്ള വ്യക്തിയാണ് ലാ ഗണേശൻ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്വദേശിയാണ് ലാ ഗണേശൻ. നാഗാലാൻഡിന്റെ ഗവർണറായി ആർക്കാണ് അധിക ചുമതല നൽകിയത്? അജയ് കുമാർ ഭല്ല, മണിപ്പൂർ ഗവർണർ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നിട്ടുള്ള വാർത്തയായിരുന്നു. അതായത് ലാ ഗണേശൻ അദ്ദേഹം ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് സേവനം നൽകാൻ സാധിക്കാത്തതുകൊണ്ട് മണിപ്പൂരിലെ ഗവർണർ ആയിട്ടുള്ള അജയ് ഭല്ലയായിരുന്നു നാഗാലാൻഡിന്റെ ഗവർണറിലേക്കുള്ള ആ ഒരു ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്.
മണിപ്പൂരിന്റെ ഗവർണർ ആണ് അജയ് കുമാർ ഭല്ല. ഇപ്പോൾ നാഗാലാൻഡ് കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. 12th മെൻസ് ഏഷ്യ കപ്പ് ഹോക്കി ടു ടേക്ക് പ്ലേസ് ഫ്രം 29th ഓഗസ്റ്റ്. 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ഓഗസ്റ്റ് 29 മുതൽ നടക്കും. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഈ മാസം 29നും സെപ്റ്റംബർ 7നും ഇടയിൽ എവിടെയാണ് നടക്കുക? രാജ്ഗീർ അന്താരാഷ്ട്ര സ്റ്റേഡിയം, ബീഹാർ. ബീഹാറിലെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് രാജ്ഗീർ അന്താരാഷ്ട്ര സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് സെപ്റ്റംബർ 7 വരെ, അതായത് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 7 വരെ നടക്കാൻ പോകുന്ന പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി. 2025 ഓഗസ്റ്റ് 17 നടന്ന 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ, മാസ്കോട്ട്, ട്രോഫി എന്നിവ ആരാണ് അനാച്ഛാദനം ചെയ്തത്? ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. അദ്ദേഹമാണ് 12ാമത്തെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ മാസ്കറ്റ്, ട്രോഫി എന്നിവ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. 12ാമത്തെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ മാസ്കോട്ടിന്റെ നൽകിയിരിക്കുന്ന പേരെന്താണ്? ചാന്ദ്. ബീഹാറിലെ വാൽമീകി ടൈഗർ റിസർവിലെ ഒരു ടൈഗറിന്റെ പേരാണ് ചാന്ദ്. ഒപ്പം തന്നെ ഹോക്കി ഇതിഹാസ താരമായിട്ടുള്ള ധ്യാൻചന്ദ്, അദ്ദേഹത്തിന്റെ പേരുകൂടി ഇതിൽ അനുകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ 12ാമത്തെ മെൻസ് ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ മാസ്കറ്റ് ആണ് ചാന്ദ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.